നീരജേ, എന്താ ഇവിടെ പ്രശ്നം? എന്റെ കുറച്ച് ഡ്രസ് അയൺ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് കൊച്ചമ്മയ്ക്ക് മനസ്സില്ല. ഉച്ച മയക്കം കഴിഞ്ഞേ എഴുന്നേക്കൊന്ന്. പിടിച്ചങ്ങ് എഴുന്നേപ്പിക്കടി. എഴുന്നേക്കടി ഇങ്ങോട്ട്. എനിക്ക് തീരെ വയ്യ നീരജ. കേട്ടല്ലോ അവള് പറഞ്ഞത്. കൈ വീശി അവളുടെ ചെകിട്ട തുറന്നും കൊടുക്ക് നീരജെ. അനുസരിക്കോന്ന് അറിയാലോ. നീരജെ, എന്താ ഇവിടെ? ഞാൻ എന്റെ ഡ്രസ് അയൺ ചെയ്യാൻ പറഞ്ഞപ്പോ അവൾക്ക് വയ്യെന്ന്. രാധികയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞില്ലേ? നിനക്കത് മനസ്സിലാക്കാൻ വയ്യേ? ജോലിക്കാരി പറയുന്ന ജോലി ചെയ്യണം. രാധിക അവിടെ ഇരിക്കെ. സാരമില്ല, ഞാൻ ചെയ്തോളാം. രാധിക തൽക്കാലം ഒരു ജോലിയും ചെയ്യുന്നില്ല. എന്താ എന്നെ തോൽപ്പിക്കാനാണോ? അല്ല, പക്ഷേ ഈ ജോലി നീ തന്നെ അങ്ങ് ചെയ്താ മതി. അതിലെന്താ കാവ്യ ന്യായം? നീരജയ്ക്ക് ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടാമേ? ഭക്ഷണം ഉണ്ടാക്കണ്ട, തുണി അലക്കണ്ട, വീടോ മുറിയോ മുറ്റമോ പോലും തൂത്തു തുടയ്ക്കണ്ട. ഒരത്യാവശ്യത്തിന് സ്വന്തം ഡ്രസ്സെങ്കിലും തേക്കാമേ. അതാ ഇതിലെ ന്യായം. ഞാൻ പറഞ്ഞത് നീരജയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി, എനിക്ക് ശരിക്കും മനസ്സിലായി. ഞാൻ കാണിച്ചു തരാം. രാധിക, രാധിക, മനുഷ്യനെ ഇപ്പൊ കൊന്നല്ലോടി. നിനക്കെന്താ കണ്ണാണാൻ പാടില്ലേ? നോക്കിട്ട് വേണ്ട എത്തിയേറി വരാൻ. ഭരത്തെ, മുന്നിന്ന് മാറിക്കും. ദേഷ്യം വന്ന് കണ്ണു കാണാൻ വയ്യാതെ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊള്ള അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് പിന്നെയും പട്ടിക്ക് തന്നെ മുറിവുറുപ്പൊന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതെ, ഞാൻ പട്ടി തന്നെയാ. ഈ വീട്ടിൽ എന്റെ സ്ഥാനം അതാണെന്ന് എനിക്കിപ്പം മനസ്സിലായി. എടി, നീ എന്തുവായി കാണിക്കുന്നേ? ഇറങ്ങാം, ഈ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങാം. എടി, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞു, നീ ഇതെങ്ങോട്ടാ പോന്നേ? നിങ്ങൾ പറഞ്ഞ ആര് മൈൻഡ് ചെയ്യുന്നു? പിന്നെ നീ ഇത് എന്ത് ചെയ്യുവോ? ഇവിടുത്തെ കിരീടം വെക്കാത്തൊരു മഹാറാണി ഉണ്ടല്ലോ, നിങ്ങളുടെ പെങ്ങള്. അവരെന്നെ ഒരുപാട് തരം താഴ്ത്തി കളഞ്ഞു. മനസ്സിലായില്ല? എന്റെ കുറച്ച് ഡ്രസ് അയൺ ചെയ്ത് തരാൻ ഞാൻ ആ ജോലിക്കാരിയോട് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ കാവ്യേച്ചി പറയാ ഞാൻ തന്നെ അതങ്ങ് ചെയ്താ മതിയെന്ന്. എന്താ അതിന്റെ അർത്ഥം? എന്തർത്ഥം? ഈ വീട്ടിലെ ജോലിക്കാരിയേക്കാൾ താഴെയാണ് എന്റെ സ്ഥാനമെന്ന് അല്ലേ? ഇനിയിപ്പോ ആലോചിക്കാൻ ഒന്നുമില്ല. എടി, പറയുന്ന ഒന്ന് കേക്ക്, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എനിക്കൊന്നും കേൾക്കാനില്ല. എല്ലാം ഞാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യും. ഞാൻ പറയുന്നത് കേക്ക്. നീ ഇത് എങ്ങോട്ടാ പോന്നു നീരജെ? അവൾ അവളുടെ വീട്ടിൽ പോവാണെന്ന്. നീരജ, മോളെ. ചേച്ചി, ഇത് ഞങ്ങളുടെ ജീവിതമാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. ചേച്ചി നീരജയോട് തരം താഴ്ന്ന രീതിയിൽ പെരുമാറി. നാണമില്ലേടാ നിനക്ക്? നിന്റെ കൂടപ്പിറപ്പല്ലേ ഞാൻ? എന്റെ വാക്കുകളെ നേരായിട്ട് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളവൻ നീയാ. അത് ചെയ്യാതെ വളഞ്ഞ വഴിക്ക് ഭാര്യ ദുർവ്യാഖ്യാനം ചെയ്ത ദുരർത്ഥവും കൊട്ടയിൽ ചുമന്നുകൊണ്ട് വന്നിരിക്കുന്നു ചോദ്യം ചെയ്യാൻ. അഭിമാനമില്ലാത്തവൻ. രാധികയ്ക്ക് സുഖമില്ല എന്നുകൂടി ഞാൻ പറഞ്ഞായിരുന്നു. അത് കേട്ടായിരുന്നോ അമ്മയും നീരജയും? ഇവിടെ ജോലിക്ക് നിൽക്കുന്നവളാ രാധിക എന്ന് കരുതി അവൾക്കൊരു വയ്യായിക വന്നാ വെറുതെ വിടാതെ പിന്നാലെ നടന്ന് ജോലി ചെയ്യിക്കാനുള്ള അവകാശമൊന്നും ആർക്കും ഇല്ലമ്മേ. ചേച്ചി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ അനിയന്? നീരജയുടെ ഭാഗത്താ തെറ്റ്. ഞാൻ ക്ഷമ ചോദിക്കുക ചേച്ചിയോട്. നീരജയുടെ വിവരക്കേടുന്നു. സാരമില്ല, പോയി റെസ്റ്റ് എടുത്തോളൂ. കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. സാറേ, കഴിച്ചെങ്കിൽ പാത്രം എടുത്തോട്ടെ. എടുത്തോ. ഓ.